ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഗ്രീൻ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട, ഒരു അരക്കപ്പ്. അതേപോലെ തന്നെ ഒരു അരക്കപ്പ് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 സ്പൂണോളം കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 2 സ്പൂണോളം വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 3-4-5 പീസ് അണ്ടിപ്പളപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 3 സ്പൂണോളം നല്ല കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. മിക്സിയിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ ഇതിന് വേണ്ടി ഒരു 1/2 കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കാനായി അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് 2 കറാമ്പൂ, 2 ഏലക്ക, അതേപോലെ തന്നെ 2 കഷ്ണം പട്ട. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കോലം, അതേപോലെ തന്നെ 2-3 പീസ് ജാതിപത്രിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു 1.5 കഷ്ണം സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളി ഇപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ച മല്ലിച്ചപ്പിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. വീണ്ടും നമുക്ക് ഈ ചിക്കൻ വേകാനായിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം. ഇവിടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനൊക്കെ വെന്ത് നല്ല ഫ്ലേവറാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് അവസാനമായി 2 സ്പൂൺ കട്ടത്തൈരും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചിട്ടൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം. ഗ്രീൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തി, പൊറോട്ട എന്നിവയ്ക്കൊപ്പം സെർവ് ചെയ്യാം.